ഹായ്, ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചലച്ചിത്രം ഐ നോബഡി ജിയോ ഹോട്ട്സ്റ്റാറിൽ ചലച്ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൽ പൃഥ്വിരാജും പാർവതിയും ഹക്കീം ഷാജഹാനും വിജയരാഘവനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. തിയേറ്ററിൽ മിക്സഡ് റെസ്പോൺസ് കിട്ടിയ ഈ ചലച്ചിത്രം കാണാൻ താല്പര്യപ്പെടുന്നവർ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും കാണുക. നമുക്ക് ഈ സിനിമയുടെ കഥാസംഗ്രഹം ഒന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു ബാങ്കിൽ നിന്നുമാണ്. ഒരു തോക്കേന്തി ബാങ്കിലേക്ക് കടന്നു പോവുകയായിരുന്നു രാജീവൻ. എന്നാൽ ഇയാൾ ബാങ്കിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 3 പേർ ബാങ്ക് കൊള്ളയടിക്കാനായി ബാങ്കിനകത്തേക്ക് കയറി. എന്താണ് ബാങ്കിനുള്ളിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പുറത്തേക്ക് വരുമ്പോൾ ആ കൊള്ളക്കാരുടെ കയ്യിൽ രാജീവനും ബന്ദിയായിട്ടുണ്ടായിരുന്നു. അവർ ബാങ്കിലെ പണവും കവർന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഒരു പോലീസ് വാഹനം അങ്ങോട്ട് വന്നു. 2 കോൺസ്റ്റബിൾമാർ ഒന്നിച്ച് തോക്കുമായി അവരെ പിടികൂടാനായി പിന്തുടർന്നു. ഒടുവിൽ ഒരിടത്ത് വെച്ച് കോൺസ്റ്റബിൾമാർ വണ്ടി ചവിട്ടി നിർത്തി. അവരുടെ മുമ്പിലായി ആ മോഷ്ടാക്കൾ രാജീവനെ പൂർണ്ണമായി ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. കോൺസ്റ്റബിൾസിനോട് തോക്ക് താഴെയിട്ടില്ലെങ്കിൽ രാജീവനെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പോലീസുകാരെ കൊണ്ട് തോക്ക് താഴെയിടിപ്പിച്ച് അവരുടെ വാഹനം പഞ്ചറാക്കി മോഷണ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കഥ അവിടെ നിന്നും ബാങ്കിലേക്ക് തിരിയുന്നു. ബാങ്കിൽ എസ്പിയും സംഘവും എത്തിച്ചേർന്നിരുന്നു. എന്താ സംഭവിച്ചത് എന്ന് അന്വേഷണം നടക്കുകയാണ്. കള്ളന്മാരെ പിടികൂടാൻ ശ്രമിക്കുന്നു. ആ സമയമാണ് ഈ 2 കോൺസ്റ്റബിൾമാരും ചേർന്ന് കള്ളന്മാരെ പിടികൂടാൻ ശ്രമിച്ചിരുന്നുവെന്നും അവരെ വെട്ടിച്ച് കള്ളന്മാർ കടന്നു കളഞ്ഞു എന്നും എസ്പി അറിയുന്നത്. അവരെ വിളിച്ച് സംസാരിച്ചപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ, ഒരു സാധാരണക്കാരനെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ വേറെ വഴിയില്ലാതെയാ വിട്ടത് എന്ന് കോൺസ്റ്റബിൾസ് പറഞ്ഞു. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ എസ്പി അവരെ വഴക്ക് പറയുകയായിരുന്നു ചെയ്തത്. ഈ സമയത്ത് ആ കള്ളന്മാർ രാജീവനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജീവൻ ഈ സമയം സ്വയം ശാന്തമാവാൻ ശ്രമിച്ച് നമ്പേഴ്സ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കള്ളന്മാർ മുഖം മൂടിയിട്ടുണ്ടെങ്കിലും കാറിൽ പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളും ഇത് ദിശയിലേക്കാണ് പോകുന്നത് എന്നെല്ലാം അവൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കാട്ടിനുള്ളിൽ വാഹനം നിർത്തിയ ശേഷം അവർ വന്ന വാഹനം കത്തിച്ചു കളഞ്ഞ് അവിടുണ്ടായിരുന്ന മറ്റൊരു കാറിൽ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. രാജീവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴേക്കും ഹൈവേയുടെ നടുവിലേക്ക് കൈകൾ ബന്ധിച്ച രീതിയിൽ മുഖം മൂടിയിട്ട രീതിയിൽ രാജീവനെ അവർ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. വാഹനങ്ങൾ പായുന്ന ഹൈവേയാണ്. ഏതെങ്കിലും വാഹനം രാജീവനെ ഇടിച്ചു തെറിപ്പിച്ചേക്കാം. രാജീവനോട് അവർക്കെന്തോ ദേഷ്യമുണ്ട്. കള്ളന്മാരിലൊരാൾ രാജീവനെ ഹൈവേയിൽ ഇറക്കിയ ശേഷം അവനെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിൽ മറ്റു കൂട്ടാളികളും വന്നായിരുന്നു അവനെ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത്. പക്ഷേ ഈ സംഘട്ടത്തിനിടയിൽ എപ്പോഴോ തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ച ആ കള്ളന്റെ യൂണിഫോമിലുണ്ടായിരുന്ന ഒരു നെയിം ബാഡ്ജ് രാജീവൻ കൈവശപ്പെടുത്തിയിരുന്നു. അവിടുന്ന് യാത്ര തിരിച്ച കള്ളന്മാർ വൈകാതെ അക്കാര്യം തിരിച്ചറിഞ്ഞു. അതോടെ ആ നെയിം പ്ലേറ്റ് രാജീവന്റെ കയ്യിലുണ്ടാവുമെന്ന് ഊഹിച്ച് അവർ നേരെ വണ്ടി തിരിച്ചു. വൺവേയിൽ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു അവർ കാർ ഓടിച്ചു വന്നത്. രാജീവനെ ഇടിച്ചു കൊല്ലാനാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ റോഡിന്റെ നടുവിൽ നിൽക്കുന്ന രാജീവനടുത്തേക്ക് എത്താറായപ്പോഴേക്കും രാജീവന്റെ ഇരുവശവും വലിയ 2 വാഹനങ്ങൾ വന്നു. അതോടെ കള്ളന്മാരുടെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു. മീഡിയനിലേക്ക് ഇടിച്ചു കയറി പറന്നുയർന്ന വാഹനം വലിയ രീതിയിൽ അപകടത്തിൽപ്പെടുകയും കത്തി അമരുകയും ചെയ്തു. രാജീവൻ അപ്പോഴും സേഫ് ആയിരുന്നു. കാറിലുണ്ടായിരുന്ന 3 കള്ളന്മാരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. രാജീവനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ കള്ളന്മാരായിരുന്നു രാജീവനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖമെല്ലാം ചതഞ്ഞു കിടക്കുകയാണ്. കള്ളന്മാരിൽ നിന്ന് നായകനെ രക്ഷിക്കാൻ ശ്രമിച്ച് തോറ്റുനിന്ന് ആ 2 പോലീസുകാരിലേക്ക് കഥ തിരിയുന്നു. അതിലൊരു പോലീസുകാരന്റെ പേര് അനസ് എന്നാണ്. അനസും മറ്റൊരു കോൺസ്റ്റബിളും ചേർന്ന് രാജീവനടുക്കൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ എത്തിയതാണ്. ആ സമയം രാജീവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന നെയിം ബാഡ്ജ് അവർക്ക് മുമ്പിലേക്ക് എടുത്തിട്ടു. ആ കള്ളന്മാരിൽ ഒരാളുടെ പേര് പീറ്റർ എന്നാണെന്ന് ആ നെയിം ബാഡ്ജിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇക്കാര്യം വൈകാതെ കോൺസ്റ്റബിൾസ് എസ്പിയെ വിളിച്ചു പറഞ്ഞു. അനസിന്റെ മുഖത്ത് മാത്രം വല്ലാത്തൊരു പരിഭ്രാന്തി കാണാം. വൈകാതെ അവർ പുറത്തിറങ്ങി. അപ്പോഴാണ് അപകടത്തിൽ കൊല്ലപ്പെട്ട 3 കള്ളന്മാരുടെ മൃതദേഹങ്ങളും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ 3 മൃതദേഹങ്ങളും പോയി നോക്കി അനസെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. 3 പേരും കൊല്ലപ്പെട്ടു എന്നറിഞ്ഞു. അതിൽ ഒരു മൃതദേഹത്തോടൊപ്പം പോകുന്ന പോലെ അവൻ പോയ ശേഷം അതിലൊരാളുടെ പോക്കറ്റിൽ എന്തോ ഇരിക്കുന്നത് കണ്ടപ്പോ ആരും കാണാതെ അവൻ അത് കൈക്കലാക്കി. കുറച്ചു കഴിഞ്ഞ് എസ്പി നേരിട്ടെത്തി രാജീവനെ ചോദ്യം ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ, ബാങ്കിനകത്തെന്താ സംഭവിച്ചത് എന്ന് പറയാൻ എസ്പി പറഞ്ഞു. ഈ സമയമാണ് അങ്ങോട്ടേക്ക് രാജീവന്റെ ഭാര്യ വന്നത്. അവൾ എവിടെയോ ജോലി ചെയ്യുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. രാജീവനും ഭാര്യയും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമല്ല എന്നും അവരുടെ സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മരുന്ന് വാങ്ങാനുണ്ടോ, ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിച്ച ശേഷം പോലീസുകാർ ചോദ്യം ചെയ്യുകയാണെന്ന് രാജീവൻ
രാജീവൻ പറഞ്ഞപ്പോ താൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ മാറി. മീര എന്നാണ് രാജീവന്റെ ഭാര്യയുടെ പേര്. പിന്നാലെ ചോദ്യം ചെയ്യൽ നടന്നു. രാജീവൻ എന്തു പറഞ്ഞു എന്ന കാര്യം വ്യക്തമല്ല. കുറച്ചു കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നപ്പോ മീഡിയ അവരെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. SP അവരോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. മോഷണം നടന്ന കാര്യവും കള്ളന്മാർ കൊല്ലപ്പെട്ട കാര്യവും. പക്ഷേ കൂട്ടത്തിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നോ മറ്റോ മോഷ്ടിക്കപ്പെട്ട പണം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യവും കൂട്ടിച്ചേർത്തു. ഇതേ സമയം രാജീവൻ ഡിസ്ചാർജ് ആയി പോവുകയായിരുന്നു. ഭാര്യ രാജീവനെടുക്കൽ വലിയ ദേഷ്യത്തിലാണ്. എന്താ സംഭവിച്ചതെന്ന് മീര ചോദിച്ചു. രാജീവനാണെങ്കിൽ പരിഹാസ രീതിയിൽ പറയാൻ തുടങ്ങി. നിന്നിത്രയും ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ എനിക്കിന്ന് ജോലിക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ബാങ്ക് കൊള്ളയുടെ നടക്കുന്ന ഏതെങ്കിലും ബാങ്കിലേക്ക് ഒന്ന് പോവാമെന്ന് കരുതി. പിന്നെ അവന്മാർക്കെതിരെ പ്രശ്നമുണ്ടാക്കി അവന്മാരെന്നെ തല്ലി തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഞാനൊരു കാരണവും സൃഷ്ടിച്ചു. ഇത്രയും പോരെ? രാജീവന്റെ ആ മറുപടിയിൽ രാജീവന് ഭാര്യയോട് വലിയ താല്പര്യമില്ല എന്ന് വ്യക്തമായിരുന്നു. കഥയെ അവിടെ നിന്നും അനസിലേക്ക് തിരിയുകയാണ്. അനസ് പ്രേമിച്ചായിരുന്നു വിവാഹം കഴിച്ചത്. അനസ് കെട്ടിയ പെൺകുട്ടി വളരെ സമ്പന്നത നിറഞ്ഞ ഒരു വീട്ടിൽ നിന്നുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനസിന്റെ ദാമ്പത്യ പ്രശ്നത്തിലും ഈ സമ്പത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും കടന്നു വരുമായിരുന്നു. ബാങ്കിലെ സംഭവം കാരണം അനസിന്റെ ജോലി വരെ പോകുന്ന അവസ്ഥയിലാണ്. ആളിപ്പോ സസ്പെൻഷനിലാണ്. ഭാര്യ ഒന്നും രണ്ടും പറഞ്ഞ അന്നും അനസിനടുക്കൽ പ്രശ്നമുണ്ടാക്കാൻ നോക്കി. സമയത്താണ് വാർത്തയിൽ ഒരു കാര്യം അനസ് ശ്രദ്ധിക്കുന്നത്. ആക്സിഡന്റിന് മുമ്പ് കള്ളന്മാർ ആ പണം മുഴുവൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അത്. ഇതേ സമയം മറുവശത്ത് രാജീവനും ഭാര്യയും അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. അതിൽ ചെറിയ മകൾക്ക് അച്ഛന് ഒത്തിരി കാര്യമാണ്. രാജീവൻ ഒരു മുറിയിലും മീരയും മക്കളും മറ്റൊരു മുറിയിലുമാണ് ഉറങ്ങുന്നത്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോ ആ ചെറിയ മകൾ മാത്രം അമ്മ എന്റെ പാവയെ കാണാനില്ല, ഞാൻ പുറത്തു പോയി തിരഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് രഹസ്യമായി പുറത്തു വന്നു. എന്നിട്ട് രാജീവൻ അടുക്കലിരുന്ന് രാജീവിന്റെ മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുക്കുകയും എന്താ പറ്റിയതെന്ന് ചോദിക്കുകയും ചെയ്തു. അമ്മ പറഞ്ഞു, പപ്പ അടികൂടാൻ പോയിട്ടാ ഇങ്ങനൊക്കെ പറ്റിയതെന്നാണ്. ശരിയാണോ പപ്പ? കുട്ടി ചോദിച്ചപ്പോ രാജീവൻ അതേന്ന് മറുപടി പറഞ്ഞു. പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരാരും വില്ലന്മാരൊന്നും ജീവനോടെ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു. പിന്നാലെ മോള് രാജീവിനൊപ്പം ഇരുന്ന് കളിക്കാൻ തുടങ്ങി. തനിക്ക് കഥ പറഞ്ഞു തരാൻ പറഞ്ഞു. രാജീവൻ മോളോടൊരു കഥ പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. ഒരമ്മ മുയലും ചെമ്മുയലും വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അതിൽ അമ്മ മുയലിന് വേറൊരു ആമയെ ഇഷ്ടപ്പെട്ടു. ആ ആമയോട് അച്ഛൻ മുയൽ വഴക്കിടാൻ പോകാതെ സംസാരിച്ചു നോക്കാമെന്ന് കരുതി ആ ആമച്ചൻ ജോലി ചെയ്യുന്ന ഇടത്തേക്ക് പോയി. അമ്മയ്ക്കടുക്കൽ ഇക്കാര്യം താൻ മനസ്സിലാക്കിയത് അച്ഛൻ മുയൽ പറഞ്ഞതുമില്ല. അങ്ങനെ ആമച്ചന്റെ ജോലി സ്ഥലത്തെത്തി മുയലച്ചൻ കാത്തിരിക്കാൻ തുടങ്ങി. ആ സമയമാണ് അങ്ങോട്ടേക്ക് 3 കുറുനരികൾ വന്നത്. അതും മുയലച്ചൻ ആമച്ചനോട് സംസാരിക്കാൻ വേണ്ടി പോയ അതേ സമയത്ത് ആ കുറുനരികൾ മുയലച്ചനെ ഇടിച്ചു വീഴ്ത്തി. ഇത്രയും പറയുമ്പോഴേക്കും രാജീവൻ പറയുന്നത് അന്ന് നടന്ന കാര്യങ്ങളുടെ കഥയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. അത് പശ്ചാത്തലത്തിൽ കാണിക്കുന്നുമുണ്ട്. രാജീവൻ അന്ന് ബാങ്കിലേക്ക് പോയത് ബാങ്ക് മാനേജറായ ആ ഒരു വ്യക്തിയെ കാണാനായിരുന്നു. അയാളും തന്റെ ഭാര്യയും തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് എന്ന് രാജീവൻ ചിന്തിച്ചിരുന്നു. രാജീവൻ അന്ന് അയാളോട് സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴാണ് കൃത്യമായി ആ മോഷണ സംഘം എത്തിയത്. അവർ രാജീവനെ ഇടിച്ചിട്ട് എല്ലാവരെയും ബന്ദികളാക്കി മിണ്ടാതെ കിടക്കൂ എന്ന് പറഞ്ഞ് പണം കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയം അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ ഒരു ചെറിയ ബട്ടൺ ഫോൺ ഉണ്ട്. എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഫോൺ എടുത്ത് വിളിച്ചു. അതും പോലീസിനെ. പക്ഷേ അവിടെ റിംഗ് അടിച്ച ശബ്ദം ബാങ്ക് നിശബ്ദമായതിനാൽ കള്ളന്മാര് കേട്ടു. ഇത് കണ്ടൊരു കള്ളൻ ഓടി വരാൻ നോക്കുമ്പോ മുത്തശ്ശി ആ ഫോൺ നേരെ രാജീവന്റെ അടുത്തേക്ക് തെന്നിച്ചിട്ടു. അതോടെ രാജീവനാണ് പോലീസിനെ വിളിച്ചത് എന്നായിരുന്നു കള്ളന്മാർ തെറ്റിദ്ധരിച്ചത്. നീ എന്തിനാടാ പോലീസിനെ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഫോൺ പിടിച്ചെടുത്ത ആ കള്ളൻ രാജീവനെ എഴുന്നേൽപ്പിക്കുമ്പോ രാജീവൻ തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതോടെ അവർ രാജീവനെ വേറെ രീതിയിൽ എന്തോ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. പിന്നാലെ പണവും മോഷ്ടിച്ച് രാജീവനെയും ബന്ദിയാക്കി അവർ അവിടുന്ന് കടന്നു കളയുകയാണ്. രാജീവൻ അത്രയും കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും മോൾ ഉറങ്ങിപ്പോയിരുന്നു. അവളെ കിടത്തി രാജീവൻ തിരികെ പോന്നു. അടുത്ത ദിവസം ചോദ്യം ചെയ്യലിനായി രാജീവനോട് SP ഓഫീസിലേക്ക് വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. അവിടെ പോയി രാജീവൻ കാത്തിരുന്നിട്ടും ചോദ്യം ചെയ്യലൊന്നുമില്ല. കാത്തിരിക്കൂ എന്ന് മാത്രം പറയുന്നു. സമയം ഏറെ വൈകിയപ്പോ രാജീവൻ തിരികെ പോയി. അതുപോലെ ദിവസവും രാവിലെ രാജീവൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കപ്പെട്ട് അവിടെ എത്തും. അവിടെ പോയിരിക്കും. ചോദ്യം ചെയ്യാതെ തിരിച്ചയക്കപ്പെടും. ഇതൊരു പതിവായപ്പോ രാജീവന് വല്ലാതെ ദേഷ്യം വന്നു.
കഥ അവിടെ നിന്നും ജേക്കബ് എന്ന വ്യക്തിയിലേക്കും ഭാര്യയിലേക്കും തിരിയുന്നു. പ്രായമേറിയ ദമ്പതികൾ ചെറിയ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. പത്രത്തിൽ ബാങ്കിലെ മോഷണത്തെപ്പറ്റിയും കള്ളന്മാർ സഞ്ചരിച്ച റൂട്ട് മാപ്പുമെല്ലാം കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ട്. പണം അതുവരെയും പോലീസിന് കിട്ടിയിരുന്നില്ല. ജേക്കബ് സ്ഥിരം പോകുന്ന വഴിയിലാണ് കള്ളന്മാരും സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പണം അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ചിന്ത ജേക്കബിന് വന്നു. പിന്നാലെ ജേക്കബ് ആ പണം കിട്ടുമോ എന്നറിയാൻ ഒരു തിരച്ചിൽ നടത്താൻ തുടങ്ങി. ജേക്കബ് മാത്രമല്ല, ആ പ്രദേശത്തെ നാട്ടുകാരും കള്ളന്മാർ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള ഈ പണത്തിനായി തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതോടെ കാര്യങ്ങൾ നിയമവാഴ്ചയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്ന അവസ്ഥയിൽ വരെ എത്തി. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ അനസ മോഷ്ടാക്കളുടെ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. അവർ 4 പേരും ഒന്നിച്ചാണ് ആ മോഷണം പ്ലാൻ ചെയ്തത്. മോഷ്ടാക്കളെ സംരക്ഷിക്കാൻ പുറത്തുനിന്ന് അനസ് സപ്പോർട്ട് നൽകും. മോഷ്ടിച്ചുകൊണ്ടുവന്ന പണം ഒരിടത്ത് ഒളിപ്പിക്കാമെന്നും അവിടെ വന്ന് അനസ് അത് എടുക്കുമെന്നുമായിരുന്നു അവരുടെ പദ്ധതി. അനസ് പക്ഷെ അവിടെ എത്തി നോക്കിയിട്ടും ആ പണം ഉണ്ടായിരുന്നില്ല. അനസിന്റെ കൂട്ടുകള്ളന്മാർക്ക് അനസിന്റെ പ്രവൃത്തിയിൽ സംശയം തോന്നി അവർ അത് മാറ്റിയതായിരുന്നു. അതോടെ രാജീവനെ പിടിച്ചാൽ പണം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന വിവരം കിട്ടും എന്ന പ്രതീക്ഷയിൽ അനസ് രാജീവനെ കാണാൻ പോയി. പക്ഷേ രാജീവനെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും രാജീവൻ നിരീക്ഷണത്തിലാണെന്ന കാര്യം അനസ് തിരിച്ചറിഞ്ഞു. അവിടെ സിവിൽ വേഷത്തിൽ പോലീസുകാരുണ്ടായിരുന്നു. ആ പണം എടുത്തു മാറ്റിയത് രാജീവനാകും, അല്ലെങ്കിൽ രാജീവൻ ആ പണം എടുക്കാൻ പോകും എന്ന തരത്തിൽ പോലീസുകാർ ചിന്തിച്ചിരുന്നു. അതാണ് രാജീവന് ചുറ്റും എപ്പോഴും പോലീസുകാർ കാവലുള്ളത്. രാജീവനും വൈകാതെ അത് മനസ്സിലാക്കി. ഒരു ദിവസം തന്റെ പുറകെ നടക്കുന്ന ആ പോലീസുകാരോട് രാജീവനൊരു പ്രശ്നമുണ്ടാക്കി. അതിന്റെ പേരിൽ രാജീവൻ മർദ്ദിക്കപ്പെടുകയും ഒടുവിൽ രാജീവന്റെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് രാജീവനെ എസ് പി ചോദ്യം ചെയ്തു. ബാങ്കിലെ ഉദ്യോഗസ്ഥരൊക്കെ രാജീവൻ അപരിചിതനായിരുന്നെന്നും കള്ളന്മാർ രാജീവനോട് എന്തോ സംസാരിക്കുന്നത് കണ്ടെന്നും അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് വീണെന്നും ഒക്കെ മൊഴി നൽകിയിരുന്നു. അതുകൊണ്ടാണ് പോലീസ് രാജീവനെ സംശയിച്ചത്. രാജീവൻ എന്തിനാണ് ബാങ്കിൽ പോയത്, രാജീവന്റെ ബാങ്ക് അക്കൗണ്ട് അവിടെയല്ലോ എന്ന മട്ടിൽ പോലീസ് ചോദിച്ചപ്പോ രാജീവൻ മറുപടി പറയാതിരുന്നു. രാജീവൻ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. രാജീവനെ പുറത്തിറക്കാൻ ഭാര്യ മീര വന്നെങ്കിലും പോലീസ് രാജീവനെ വിടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മീര തന്നെ അകത്ത് ചെന്ന് എസ് പിയോട് കാര്യം പറഞ്ഞു. തനിക്ക് ആ ബാങ്കിലെ ഒരാളുമായി അഫയർ ഉണ്ടായിരുന്നെന്നും അത് ചോദിക്കാനാണ് രാജീവൻ അവിടെ പോയതെന്നും പിന്നാലെ തന്റെ ആ കാമുകന്റെ നമ്പറും ഡീറ്റെയിൽസും പോലീസിന് എഴുതി കൊടുത്ത് അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ് എന്നും പറഞ്ഞ് മീര അവിടെ നിന്നിറങ്ങി. പക്ഷേ രാജീവനെയും വിടുകയാണ് എന്ന് ഇൻസ്പെക്ടർ പിന്നാലെ വന്ന് പറഞ്ഞു. അങ്ങനെ രാജീവനുമായി മീര പുറത്തിറങ്ങിയപ്പോഴേക്കും മീഡിയ അവരെ വളഞ്ഞിരുന്നു. രാജീവനെ പോലീസ് ചോദ്യം ചെയ്തു എന്ന വാർത്ത, പ്രതിയായി സംശയിച്ചു എന്ന വാർത്ത എല്ലായിടത്തും പരന്നു. ഇത് പലനാടൻ മലയാളി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയും കാണുന്നുണ്ടായിരുന്നു. അയാളാകട്ടെ രാജീവനാണ് പ്രധാന കുറ്റവാളി, രാജീവനാണ് മോഷണത്തിന്റെ സൂത്രധാരൻ എന്ന രീതിയിൽ ഒരു കഥയടിച്ച് പുറത്തുവിട്ടു. അതങ്ങ് കയറി വൈറലായി. രാജീവൻ ആ 17 കോടി മോഷണ രൂപയും എടുത്ത് സുഖിച്ച് ജീവിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു വാർത്ത പരന്നത്. അതോടെ രാജീവനും കുടുംബവും അവിടുത്തെ ജനങ്ങളുടെയൊക്കെ മുമ്പിൽ വലിയ നോട്ടപ്പുള്ളികളായി മാറി. ഇതിനിടയിൽ രാജീവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒരു വ്യക്തി എത്തി. അയാളുടെ മരുമകനായിരുന്നു പീറ്റർ എന്നും പീറ്ററിന്റെ ഷെയർ രാജീവൻ കൊടുക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു അയാൾ എത്തിയത്. രാജീവൻ എന്ന അയാളോട് പൊട്ടിത്തെറിച്ചു. ഏതെങ്കിലും വിഡ്ഢി എന്തെങ്കിലും പറഞ്ഞാൽ അതും വിശ്വസിച്ചിറങ്ങിക്കോളും കുറെ മണ്ടന്മാര് എന്ന മട്ടിലായിരുന്നു രാജീവന്റെ സംസാരം. ഓഫീസിലുള്ളവരെ അടക്കമുദ്ദേശിച്ചായിരുന്നു രാജീവൻ അത് പറഞ്ഞത്. വന്നയാളെന്ന് വലിയ ബഹളം വെച്ചാണ് പോയത്. രാജീവൻ അന്ന് ഓഫീസിൽ നിന്നിറങ്ങുമ്പോ അനസ് കാത്തു നിൽക്കുന്നുണ്ട്. അനസും രാജീവനും സംസാരിച്ചു. ആ മോഷണം കാരണം തനിക്ക് തന്റെ ജോലി പോയെന്നും രാജീവൻ ഇപ്പോ മനസമാധാനവും പോയില്ലേ എന്നും നമ്മൾ ഒന്നിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ആ പണം കണ്ടെത്തി കൊടുത്ത രാജീവന് മനസമാധാനവും തനിക്ക് തന്റെ ജോലിയും തിരിച്ചു കിട്ടും എന്ന തരത്തിൽ പറഞ്ഞ അനസ് രാജീവനെ കൺവിൻസ് ചെയ്യിച്ചു. പക്ഷേ പ്രശ്നം അവിടെ നിന്നും കൊണ്ടും തീർന്നില്ല. രാജീവൻ ഒരിടത്ത് പോയിരുന്നപ്പോ മകൾ ജയയുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരിൽ ചിലർ രാജീവന്റെ അടുത്ത് വന്നു. അവർ ഒരു കാര്യവുമില്ലാതെ രാജീവനോട് പണം ചോദിക്കാൻ തുടങ്ങി. രാജീവൻ അതിനെ എതിർത്തപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ഒരു കുട്ടിയുടെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് മകളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പോലും മകൾക്ക് അവരാൽ എന്തെങ്കിലും വരുമോ എന്ന ഭയം രാജീവനെ പിടികൂടി. ഒടുവിൽ തന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു വഴിയുമില്ലാതെ 10,000 വിഡ്രോ ചെയ്ത് രാജീവൻ ആ കുട്ടികൾക്ക് കൊടുത്തു. അതോടെ രാജീവൻ അനസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കണ്ണുകെട്ടിയ നിലയിൽ അനസിന്റെ വണ്ടിയിലിരുന്ന് അവർ കള്ളന്മാർ പോയ വഴിയിലൂടെ വാഹനം ഓടിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളും മറ്റും രാജീവൻ ഓർത്തെടുക്കാൻ നോക്കുന്നുണ്ട്. ഒടുവിൽ ഒരിടത്തെത്തിയപ്പോ രാജീവൻ അനസിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. പിന്നാലെ ഇന്നിത്രയും മതിയെന്നും തന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നും പറഞ്ഞ് രാജീവൻ അവിടുന്ന് പോയി. രാജീവൻ അന്ന് ഫ്ളാറ്റിലേക്ക് തിരികെ എത്തുമ്പോ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടുത്തെ വേലക്കാരിയും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ബായിയും ചേർന്ന് രാജീവന്റെ വീട്ടിൽ മോഷണ ശ്രമം നടത്തുന്നു. രാജീവൻ അയാളെ പിടിക്കാൻ നോക്കിയതും വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു. അസോസിയേഷൻകാര് പോലും അവർക്കെതിരെയായിരുന്നു സംസാരിച്ചത്. പക്ഷെ മീര നല്ല രീതിയിൽ അതിനെ പ്രതിരോധിച്ചു.
പ്രതിരോധിച്ചു. അവിടെ വാതിൽ നന്നാക്കാനും മറ്റുമായി എത്തിയത് ജേക്കബ് ആയിരുന്നു. അവരുടെ സംസാരമൊക്കെ ജേക്കബ് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീടാണ് രാജീവൻ ഈ ടെൻഷനിലൊക്കെ ഒന്ന് പുറത്തു പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ഓട്ടോയുമായിട്ട് രാജീവന്റെ വണ്ടി മുട്ടി. നാട്ടുകാർ തടിച്ചുകൂടി വലിയ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ചെറിയ നഷ്ടപരിഹാരം കൊടുത്തൊഴിക്കാം എന്ന് കരുതി രാജീവൻ സംസാരിച്ചപ്പോഴേക്കും നാട്ടുകാർ തടിച്ചുകൂടി രാജീവന്റെ കയ്യിൽ ആ വലിയ പണമൊക്കെ ഉണ്ടെന്ന് കരുതി വലിയ തുക ആവശ്യപ്പെടാൻ തുടങ്ങി. വൈകാതെ രാജീവന്റെ നിയന്ത്രണം വിട്ട് അത് കയ്യാങ്കളിയിലേക്ക് മാറി. പോലീസ് ഒടുവിൽ രാജീവനെയും മറ്റും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. രാജീവനടുക്കൽ അവിടുത്തെ CI കാര്യങ്ങൾ സംസാരിച്ചു. രാജീവൻ അവരോട് തട്ടിക്കയറി. അവര് കൃത്യമായിട്ട് ജോലി ചെയ്യാത്തത് കൊണ്ടാണ് താനീ അനുഭവിക്കുന്നത് എന്നായിരുന്നു രാജീവൻ പറഞ്ഞത്. CI കൂട്ടിക്കൊണ്ടുപോയി രാജീവനോട് ആ നാട്ടിലെ സിസ്റ്റവും കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൽ പോലീസും ഒരു പാർട്ട് മാത്രമാണ് എന്നങ്ങ് വെളിപ്പെടുത്തി. വൈകാതെ രാജീവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മീരയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാം കൊണ്ടും മീര ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. ഒടുവിൽ രാജീവനെ റിലീസ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം മീര രാജീവിന് മുമ്പിലേക്ക് ഡിവോഴ്സ് പേപ്പേഴ്സ് ഇട്ടു. കുറെ നാളായി താനിത് ആലോചിക്കുന്നുണ്ടെന്നും വെയിറ്റ് ചെയ്യുകയായിരുന്നെന്നും ഇനിയും പറ്റില്ലെന്നും പറഞ്ഞ് മീര ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. അതും വാക്കുതർക്കത്തിലേക്ക് കടന്നു. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. അതിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. രാജീവനൊടുവിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തു. പിന്നെ CIയോട് സംസാരിക്കാൻ സ്റ്റേഷനിൽ വന്നപ്പോ ഒരു ഭണ്ണാരം കുത്തി തുറക്കപ്പെട്ടു എന്ന കേസുമായി CI പോയിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞു. CIയെ കാണാൻ വേണ്ടി CIയുള്ള ഇടത്തേക്ക് അവൻ ചെന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ഭണ്ഡാരമുള്ളത് രാജീവൻ അന്നനസിനോട് വണ്ടി നിർത്താൻ പറഞ്ഞ അതേയിടത്താണ്. ആ ഭണ്ഡാരം പണ്ടവിടെ ഉണ്ടായിരുന്നതല്ല, ആരോ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. ഒരു കള്ള ഭണ്ഡാരം. അതാരാണ് കുത്തി തുറന്നിരിക്കുന്നത് എന്നും ഒരു പിടുത്തവുമില്ല. CCTV ഇല്ലാത്ത ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ആയിടം രാജീവൻ അറിയാമെന്നും രാജീവനായിരിക്കാമെന്ന പണം എടുത്തിരിക്കുക എന്നും മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. അനസ് ചിന്തിച്ചതും ശരിയായിരുന്നു. പണം മുഴുവൻ രാജീവന്റെ കയ്യിൽ വന്നിരുന്നു. മീര കടയിൽ പോയി വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോ ചെറിയ മോളെ കാണുന്നില്ല. നോക്കുമ്പോ അവൾ രാജീവന്റെ മുറിയിലിരുന്ന് കളിക്കുകയാണ്. മുറി മുഴുവൻ കെട്ടുകണക്കിന് പണം. ഇതെവിടുന്ന് കിട്ടിയെന്ന് അവളോട് ചോദിച്ചപ്പോ അച്ഛന്റെ കട്ടിലിനടിയിൽ നിന്ന് പറഞ്ഞ് നിഷ്കളങ്കതയോടെ അവൾ കാണിച്ചു കൊടുത്തു. അതിലും കെട്ടുകണക്കിന് പണമുണ്ട്. മീര അത് കണ്ടാകെ വല്ലാതായി. അപ്പോഴാണ് ജേക്കബ് അവിടെ പണം വാങ്ങാൻ എത്തിയിരുന്നത്. ജേക്കബ് അവിടുത്തെ സെക്യൂരിറ്റി കൂടിയാണ്. പത്രത്തിന്റെ പണം വാങ്ങാൻ എത്തിയതായിരുന്നു ജേക്കബ്. വീട്ടിലുള്ള പണം മറ്റാരും കാണാതിരിക്കാൻ മീര കഷ്ടപ്പെട്ടു. ഒരു തരത്തിലായിരുന്നു മീര എന്ന് ജേക്കബിനെ പറഞ്ഞയച്ചത്. പക്ഷേ അവരുടെ വീട്ടിൽ അത്രയധികം പണമുണ്ട് എന്ന് സൂചന ലഭിച്ച ജേക്കബിന് ഉള്ളിൽ സംശയം വളരാൻ തുടങ്ങി. പിന്നീട് രാജീവൻ വീട്ടിലെത്തിയപ്പോ ആ പണത്തിന്റെ പേരിൽ രാജീവനും മീരയും തമ്മിൽ വലിയ വഴക്കുണ്ടായി. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലെന്നും എല്ലാം രാജീവന്റെ മേലേക്ക് വരൂ എന്നും രാജീവൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ആ ഫ്രസ്ട്രേഷനിൽ രാജീവൻ ചെയ്തതായിരുന്നു അത്. ആ പണമെടുത്ത് രാജീവൻ വീട്ടിലേക്ക് പോന്നതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് രാജീവനും മീരയും മറ്റും എന്തു ചെയ്യണമെന്നതിനെ പറ്റി ആലോചന ആരംഭിച്ചു. മറുവശത്ത് രാജീവന്റെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലായിരുന്ന അനസും ജേക്കബും അവരുടേതായ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അനസ് തീരെ താല്പര്യമില്ലാതിരുന്ന തന്റെ അളിയന്മാരെ പോയി കണ്ടു. രാജീവന്റെ പക്കൽ പണമുണ്ടെന്നും അത് അടിച്ചെടുക്കണമെന്നും പറഞ്ഞു. പണത്തോട് ആർത്തിയുള്ള അനസിന്റെ അളിയന്മാർ പണമെടുക്കാൻ അവന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇതേസമയം ഇനിയും പണം വീട്ടിൽ വെച്ചാൽ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് അതവിടുന്ന് മാറ്റാൻ രാജീവൻ തീരുമാനിച്ചിരുന്നു. ചാക്കിൽ പണമാക്കി അത് പുറത്തു കൊണ്ടുപോയി എവിടെയോ കളയാനായിരുന്നു രാജീവന്റെ പദ്ധതി. പക്ഷേ പണവുമെടുത്ത് രാജീവൻ പുറത്തിറങ്ങിയതും രാജീവിനെ നിരീക്ഷിച്ചിരുന്ന ജേക്കബ് അത് കണ്ടു. ജേക്കബ് രാജീവിനെ വിളിച്ച് പണം മുഴുവൻ രാജീവന്റെ പക്കലുണ്ടെന്ന് തനിക്കറിയാമെന്നും തനിക്കൊരുപാട് പണം വേണ്ട, 70 ലക്ഷം മാത്രം മതി, അത് തന്നാൽ താൻ ആരോടും ഒന്നും പറയില്ല, ഇല്ലെങ്കിൽ താൻ പ്രശ്നമാക്കും എന്ന തരത്തിലും പറഞ്ഞു. അതോടെ പണം കൊണ്ടുപോകാൻ രാജീവന് തെല്ലൊന്നു ഭയം തോന്നി. രാജീവൻ അന്ന് രാത്രി പണം പുറത്തേക്ക് കൊണ്ടുപോയില്ല. ജേക്കബ് പുറത്തിറങ്ങി ഫ്ളാറ്റിന് പുറത്തുള്ള തട്ടുകടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചു നിൽക്കുമ്പോ അവിടെ കുറച്ച് പയ്യന്മാര് നിൽക്കുന്നത് കണ്ടു. അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവർ രാജീവന്റെ പുറകെയാണെന്ന് ജേക്കബ് തിരിച്ചറിഞ്ഞു. ജേക്കബ് ഉടൻ രാജീവന്റെ അടുത്തെത്തി പുറത്തു നിൽക്കുന്ന ആളുകളെ പറ്റിയുള്ള തന്റെ സംശയം രാജീവനടുക്കൽ പറഞ്ഞു. രാജീവൻ ആദ്യം ജേക്കബിനെ മനസ്സിലായില്ല. പിന്നീട് ജേക്കബ് പുറത്തു വന്ന് ഒരു കട്ടയെടുത്ത് കാവല് നിൽക്കുന്നത് രാജീവൻ ശ്രദ്ധിച്ചു. രാജീവൻ പുറത്തേക്ക് വന്ന് ജേക്കബിന്റെ കട്ടയും വാങ്ങി പുറത്തിറങ്ങി. കട്ടയുമായി അങ്ങനെ രാജീവൻ വരുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്നവർ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അവർ വന്ന
വന്ന കാർ എടുക്കാൻ അവർ മറന്നുപോയിരുന്നു. അതൊരു രജിസ്റ്റേർഡ് പുതിയ കാറായിരുന്നു. പിന്നീട് രാജീവനും ജേക്കബും സംസാരിച്ചു. തന്നെ വിളിച്ചത് ജേക്കബാണെന്ന് രാജീവൻ തിരിച്ചറിഞ്ഞിരുന്നു. അവരൊന്നിച്ച് മുമ്പോട്ട് പ്രവർത്തിക്കാനും ജേക്കബിന് പണം ലഭിക്കുമെന്നും രാജീവൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു ചാടണമെന്നും അവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി. അതിൻ പ്രകാരം അടുത്ത ദിവസം രാജീവന്റെ മകളെ പണം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ജേക്കബ് എത്തി തട്ടിക്കൊണ്ടുപോകണം. അതായിരുന്നു പദ്ധതി. അത് വാർത്തയാവുന്നതോടെ രാജീവന്റെ കയ്യിൽ പണമുണ്ട് എന്ന ചിന്ത മൊത്തം മാറും. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ പണം കൊടുത്താണ് മകളെ മോചിപ്പിച്ചത് എന്ന് ജനം വിശ്വസിക്കും. അതോടെ പ്രശ്നങ്ങളും തീരും. ജേക്കബ് അതിന് സമ്മതിച്ചു. ജേക്കബ് അവിടെ നിന്ന് പോകുമ്പോ നേരത്തെ വന്നവർ ഉപേക്ഷിച്ചു പോയ ആ പുതിയ കാറ് കണ്ടു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ ആ കാർ തന്നെ ഉപയോഗിക്കാൻ ജേക്കബ് തീരുമാനിച്ചു. അടുത്ത ദിവസം പ്ലാൻ അനുസരിച്ച് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ജേക്കബ് പ്ലാൻ പ്രകാരം കൃത്യസ്ഥലത്തെത്തി. പിന്നീട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മകളെ കൂട്ടാൻ മീര സ്കൂളിന്റെ അടുത്തെത്തി. അപ്പോഴാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് സ്കൂൾ നേരത്തെ വിട്ടു എന്ന കാര്യം മീര അറിയുന്നത്. മീര വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ മൂത്ത മകൾ ജയയെ കാണാനില്ല. പോലീസുമുണ്ട്. ആരോ മൂത്ത മോളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന വിവരം മീര അവിടെ നിന്നറിഞ്ഞു. ചെറിയ മോളോട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയം അതച്ഛന്റെ ഫ്രണ്ടാണെന്നാ കരുതിയത് എന്ന് അവൾ പറഞ്ഞു. ഇതിനിടയിൽ സ്വാധീനം ഉപയോഗിച്ച് അനസ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അയാൾ നൈസായി കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ കൃത്യസമയം മീര അതിൽ ഇടപെട്ട് തടഞ്ഞു. മോള് ബാത്റൂമിൽ പോണെന്ന് പറയുമ്പോ മീര അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി സത്യം ചോദിച്ചു. അവള് പറഞ്ഞു, രാത്രി അച്ഛൻ വന്ന് എന്നെ എഴുന്നേപ്പിച്ച് ഒരു ഗെയിം കളിക്കാൻ പോകുവാണെന്ന് പറഞ്ഞിരുന്നു. ഒരു അങ്കിള് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ മിണ്ടാതിരുന്ന എനിക്ക് കളിപ്പാട്ടക്കാറും PS5 വാങ്ങിത്തരാം എന്നച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് അവരുടെ പദ്ധതി ജേക്കബ് ഇളയ കുട്ടിയെ കൊണ്ടുപോകാനായിരുന്നു. പക്ഷെ അതിനു മുമ്പേ മൂത്തമകൾ ജയയെ മറ്റാരോ എത്തി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. മീര ഫ്രസ്ട്രേറ്റഡായി രാജീവനെ വിളിച്ചു. രാജീവൻ അപ്പോഴേക്കും മോളെ തട്ടിക്കൊണ്ടുപോയതിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡായി നിൽക്കുകയായിരുന്നു. തങ്ങളുടെ പദ്ധതി പാളിയെന്നും മറ്റാരോ ആണ് ജയയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നും രാജീവൻ മീരയോട് പറഞ്ഞു. മീര വല്ലാതെ അസ്വസ്ഥയാകുന്നുണ്ട്. പണം കൊടുത്താൽ ജയയെ വിട്ടുകിട്ടുമല്ലോ. മീര പോയി മുറിയിലുണ്ടായിരുന്ന പണം നോക്കി. പക്ഷെ അവിടെ അത് ഉണ്ടായിരുന്നില്ല. ഇത് അനസ് കണ്ടിരുന്നു. അനസതോടെ മീരയുമായി സംസാരിക്കാൻ തുടങ്ങി. അനസിന് ആ പണം അവിടെ ഉണ്ടായിരുന്നു എന്ന് പൂർണ്ണ ബോധ്യം വന്നിരുന്നു. അതോടെ അനസ് തന്റെ അളിയനെ വിളിച്ച് അക്കാര്യം അറിയിച്ചു. അളിയൻ പിന്നാലെ രാജീവനെ വിളിച്ച് വിലപേശൽ നടത്തി. പണം അവർ ഒളിപ്പിച്ചിരുന്നത് സെക്യൂരിറ്റി ക്യാബിന്റെ അടുത്തുള്ള ലോക്കറിലായിരുന്നു. ആ പണം ഒരു വേസ്റ്റ് ബോക്സിലേക്ക് മാറ്റി ജേക്കബ് ആ വേസ്റ്റ് ബോക്സും തള്ളി നേരെ പുറത്തേക്ക് വരാൻ തുടങ്ങി. പോലീസ് തടഞ്ഞെങ്കിലും മുകളിൽ മൊത്തം വേസ്റ്റ് ആയതിനാൽ പോലീസിന് സംശയം തോന്നിയില്ല. ജേക്കബ് അതുമായി സുഗമമായി പുറത്തു കടന്നു. പക്ഷേ ഇതേ സമയം പോലീസിന് രാജീവന്റെ മേലായിരുന്നു സംശയം തോന്നിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രാജീവനാണെന്ന തരത്തിൽ വാർത്തകൾ പരക്കാൻ ആരംഭിച്ചു. ജേക്കബ് പണമടങ്ങിയ കാറുമായി പോകുമ്പോ ആ കാറിന്റെ യഥാർത്ഥ ഉടമസ്ഥരിൽ ഒരാൾ ആ കാറ് കണ്ടു. വില്ലന്മാരുടെ സംഘത്തിലെ ഒരാൾ ജേക്കബിനെ തടഞ്ഞു നിർത്തി ആ കാർ അവർ വാങ്ങിക്കൊണ്ടുപോയി. ആ കാറിന്റെ ഡിക്കിയിലായിരുന്നു പണമുണ്ടായിരുന്നത്. ജേക്കബ് ആ വിവരം രാജീവനെ വിളിച്ചു പറഞ്ഞതും രാജീവൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവർ ആ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ കാറ് പോലീസ് ചെക്കിങ്ങിൽ പെടാൻ പോകുന്നത് അവർ കണ്ടു. പോലീസുകാർ കാറിന്റെ ഡിക്കി തുറന്നാൽ പണം നഷ്ടപ്പെടും. പിന്നെ ജയയുടെ ജീവനും അപകടത്തിലാകും എന്ന് ചിന്തിച്ച രാജീവൻ മനഃപൂർവ്വം പോലീസിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ അവിടെ ഒരു സീനുണ്ടാക്കി. രാജീവനെ പോലീസ് പിടിച്ചു. ജേക്കബും ഭാര്യയും ഈ സമയം പണമടങ്ങുന്ന കാറിനെ ഫോളോ ചെയ്യാനും ആരംഭിച്ചു. രാജീവൻ പോലീസിന്റെ പിടിയിൽപ്പെടില്ല എന്ന മട്ടിലായിരുന്നു കോൺസ്റ്റബിൾ വിചാരിച്ചിരുന്നത്. അവരെപ്പോഴും രാജീവൻ പിടിക്കപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല. അതോടെ കുടുംബത്തിനു മേൽ കുറച്ച് ടെൻഷൻ നൽകാൻ അവർ തീരുമാനിച്ചു. അനസിന്റെ അളിയൻ മീരയുടെ ഫോണിലേക്ക് വിളിച്ച് പണം കൊണ്ടുവന്നാലേ ജയ്യെ വിടൂ എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി. വൈകാതെ വിവരം മീഡിയയുടെ അടുത്തുമെത്തി. രാജീവനല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നും മറ്റാരോ ആണെന്നും മീഡിയയോട് മീര പറഞ്ഞു. അവർ ആവശ്യപ്പെടുന്ന എന്തും താൻ എത്തിച്ചു തരാം എന്നും മീര പറയുന്നുണ്ടായിരുന്നു. ഇതിനോടകം രാജീവൻ അറസ്റ്റിലായ വിവരം മനസ്സിന്റെ ചെവിയിലെത്തി. രാജീവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിച്ചാലേ കാര്യങ്ങളും നടക്കൂ എന്ന് അനസ് അളിയനോട് പറഞ്ഞു. മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ രാജീവൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവരോട് താനല്ല മോളെ തട്ടിക്കൊണ്ടുപോയതെന്ന് രാജീവൻ പറയുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ജേക്കബിൽ നിന്ന് ഫോൺ കോൾ വന്ന് പണമടങ്ങിയ കാർ ഇപ്പോൾ ഉള്ളത് പോലീസ് ക്വാർട്ടേഴ്സിന് മുമ്പിലാണ് എന്ന് രാജീവൻ മനസ്സിലാക്കുകയും ചെയ്തു. ഒടുവിൽ നിയന്ത്രണം വിട്ട രാജീവൻ പോലീസിനെ അടിച്ച് അവിടെ നിന്ന് പുറത്തു ചാടി. ഈ വിവരം വാർത്തയിലൂടെ നാടൊട്ടും പരന്നു. പോകുന്ന രാജീവനെ പിന്തുടർന്ന് രാജീവന്റെ പക്കൽ പണമുണ്ടെന്ന് കരുതി ആളുകൾ വളയാൻ തുടങ്ങി. രാജീവന് നാട്ടുകാരോടും ഏറ്റുമുട്ടേണ്ടി വന്നു. മറുവശത്ത് മീര SP-യുടെ അടുക്കലും മറ്റും രാജീവനല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരാരും
ഇത് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതോടെ പോലീസിനോട് പ്രതിഷേധിച്ച് റോഡിലിറങ്ങിയ മീര തന്റെ മകളെ കണ്ടോ എന്ന രീതിയിൽ കാണുന്ന ഓരോരുത്തരോടും ചോദിക്കാൻ തുടങ്ങി. അതും മീഡിയ കവർ ചെയ്തു. വലിയ വാർത്തയായി മാറി. പക്ഷേ അപ്പോഴേക്കും വില്ലന്മാരുടെ കാറിലുണ്ടായിരുന്ന പണം അവർ കണ്ടിരുന്നു. ആ പണവുമായി അനസിന്റെ അളിയന്റെ അടുത്തേക്ക് കാർ ഓടിച്ചിരുന്ന വ്യക്തി എത്തി. അനസിനെ വിളിക്കട്ടെ എന്ന് അയാൾ ചോദിച്ചപ്പോ അളിയൻ വേണ്ടെന്ന് പറഞ്ഞു. സഹോദരനെ വിളിക്കാനായിരുന്നു അയാൾ പറഞ്ഞത്. അവർ പണവുമെടുത്ത് പുറത്തേക്കിറങ്ങാൻ നേരം അങ്ങോട്ടേക്ക് അനസെത്തി. അനസിനെ കണ്ടതും പണവുമായി അവർ ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറി. എന്തു ചെയ്യുമെന്നറിയാതെ അനസാകെ അങ്കലാപ്പിലായിരുന്നു. പക്ഷേ അനസിന്റെ അളിയന്മാർ തങ്ങൾ ഈ കളിയിൽ നിന്നും മാറുകയാണെന്ന തരത്തിൽ അനസിനോട് പറഞ്ഞു. കുട്ടിയവർ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരുന്നത് അനസിന്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. അവർ അങ്ങനെ കൈയൊഴിഞ്ഞു പോവാൻ നോക്കിയപ്പോ അനസ് അവരെ തിരികെ പിടിച്ചു. പോലീസുകാരനാണെന്നും CCTV ദൃശ്യങ്ങളും മറ്റും വെച്ചവരെ കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതേസമയം നാട്ടുകാരുമായി തമ്മിത്തലിലൊക്കെ ഏർപ്പെട്ട് ഒടുവിൽ രാജീവൻ പ്രശ്നം ആരംഭിച്ച അതേ ബാങ്കിലെത്തി ബെഞ്ചിൽ ഇരിപ്പാരംഭിച്ചിരുന്നു. അതും ഒരു തോക്കുമായി. മീരയാണെങ്കിൽ തെരുവുദൂരം നടന്ന് തന്റെ മകളെ കണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. മീഡിയ അതോടെ നരേറ്റീവ് മാറ്റി. രാജീവനും മീരയ്ക്കും മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. രാജീവന്റെ പക്കൽ പണമില്ലെന്നും ജനം അയാളെയും കുടുംബത്തെയും ആക്രമിക്കുകയാണെന്നും ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നും മറ്റുള്ള നരേറ്റീവ് ശക്തമായി ഉയർന്നു വന്നു. അതോടെ ജസ്റ്റിസ് ഫോർ രാജീവൻ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം വൈറലാവാൻ ആരംഭിച്ചു. മകളെ കണ്ടുകിട്ടാൻ വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷവും പങ്കുചേർന്നു. സംഗതി കൂടുതൽ വഷളായി മാറി. മുഖ്യമന്ത്രിയുടെ മേലും പ്രഷർ എത്തി. രാജീവനെ ബാങ്കിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകാതെ പ്രശ്നങ്ങൾ പഠിച്ച മുഖ്യമന്ത്രി തന്നെ പ്രസ് കോൺഫറൻസ് നടത്തി. പക്ഷെ അതിന് പിന്നിൽ മറ്റൊരു കളിയുണ്ടായിരുന്നു. രാജീവന്റെയും മീരയുടെയും പ്രൊട്ടസ്റ്റ് നാഷണൽ ലെവലിൽ വൈറലായിരിക്കുകയാണ്. ഗവൺമെന്റിന് അത് വലിയ നാണക്കേടുമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയും പ്രശ്നം ഒതുക്കി തീർക്കലായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടത്. രാജീവിനെ പിടിച്ച പോലീസ് രാജീവിനെ ചോദ്യം ചെയ്തിട്ടും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ CM തന്നെ നേരിട്ട് രാജീവിനോട് സംസാരിക്കാനെത്തി. പക്ഷെ രാജീവൻ എപ്പോഴും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതുകണ്ട് CM പറഞ്ഞു, ഞാൻ ഇത്ര നേരം ഓരോന്ന് ചോദിച്ചിട്ടും നിന്റെ മകൾ എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചോ? കാരണം എനിക്കറിയാം നിന്റെ മകളെ സേഫാക്കിയ ശേഷമാണ് നീ ബാങ്കിൽ പോയിരുന്നതെന്ന്, പിടികൊടുത്തതെന്ന്. രാജീവൻ ആലോചിച്ചു. CM പറഞ്ഞത് സത്യവുമായിരുന്നു. ബാങ്കിലേക്ക് എത്തുന്നതിന് മുമ്പ് രാജീവൻ ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം അനസിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവരുമായി വലിയ ഫൈറ്റ് നടത്തി തന്റെ മകളെ രാജീവൻ സേഫാക്കി. മാത്രമല്ല അനസിന് മുമ്പിൽ അതേ ക്വാർട്ടേഴ്സിൽ അളിയന്മാർ പണമൊളിപ്പിച്ച കാര്യവും അനസിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യവും രാജീവൻ വെളിപ്പെടുത്തി. പിന്നാലെ അനസിന്റെ മുമ്പിൽ വെച്ച് തന്നെ അളിയന്മാരെ ആക്രമിച്ചിട്ടു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. CMമായി ഒടുവിൽ രാജീവൻ ഒരു ധാരണയിലെത്തി. തന്റെ മക്കൾക്ക് സുരക്ഷിതമായി സ്കൂളിൽ പോകാൻ പറ്റണം എന്നായിരുന്നു രാജീവനാകെ CMനോട് ആവശ്യപ്പെട്ടത്. തിരികെ CM രാജീവനോടും ഒരു കാര്യം ആവശ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, CMന്റെ ഇമേജ് സംരക്ഷിക്കാൻ പോലീസ് തന്നെ GAയെ കണ്ടെത്തട്ടെ എന്നായിരുന്നു അത്. അതിനുവേണ്ട നാടകം അവരൊരുക്കി. പോലീസ് ക്വാർട്ടേഴ്സിലെത്തി GA പോലീസ് തന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. അതിന്റെ വാർത്ത പരന്നു. CMന് ഇമേജും ലഭിച്ചു. കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ബാങ്ക് മോഷണവുമായി രാജീവനൊരു ബന്ധവുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. രാജീവനും കുടുംബവും അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചുവെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ വരെയുണ്ടായെന്നും ഇതിനൊക്കെ നമ്മളെല്ലാം കാരണക്കാരാണെന്നും മുഖ്യമന്ത്രി ജനങ്ങളെ ഉണർത്തി. ഇനിയെങ്കിലും രാജീവനെയും കുടുംബത്തെയും വെറുതെ വിടണം എന്ന് നാടിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ രാജീവനും കുടുംബവും പൂർണ്ണമായും സേഫായി. പക്ഷേ അങ്ങനെ പോയാൽ രാജീവൻ ഹീറോ ആകും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അതില്ലാതാക്കാൻ മുഖ്യമന്ത്രി അവസാനം ഒരു ഡോസ് കൂടി പൊട്ടിച്ചു. പീഡനങ്ങൾ നടത്തി ഒളിവിലായിരുന്ന അനൂപ് തോട്ടത്തിൽ എന്ന MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ വാർത്ത മുഖ്യമന്ത്രി പുറത്തുവിട്ടു. അതോടെ ആഭ്യന്തരം മികച്ചതാണ് എന്ന പേരെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. രാജീവനാണെങ്കിൽ ഒരു സാധാരണക്കാരനായി മീഡിയ ശല്യമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ജനങ്ങളെല്ലാവരും പിന്നീട് രാജീവന് സപ്പോർട്ടീവായി മാറി. രാജീവനും ഭാര്യയും തമ്മിലുള്ള വഴക്കുകളും ഒരു പരിധിവരെ അവസാനിച്ചു. രാജീവൻ പണത്തിൽ നിന്ന് 70 ലക്ഷം ജേക്കബിന് കൊടുത്തു. ജേക്കബിന്റെ മകൾ സുഖമില്ലാതെ മരണപ്പെട്ടതായിരുന്നു. അതിനായി ജേക്കബ് ഒരുപാട് പേരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ പണം തിരികെ കൊടുക്കാനായിരുന്നു ജേക്കബ് 70 ലക്ഷം രാജീവനോട് ആവശ്യപ്പെട്ടത്. എഴുതിവെച്ചിരുന്ന ആ കടം മുഴുവൻ പലിശയടക്കം ജേക്കബ് തിരികെ കൊടുക്കാൻ തുടങ്ങി. ബാക്കി പണത്തിന്റെ കാര്യം രാജീവൻ മീരയോട് പറഞ്ഞു. പണം കയ്യിൽ വെച്ച് ഇനി എന്തു ചെയ്യണമെന്ന് അവർ ചിന്തിക്കാൻ ആരംഭിച്ചു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഐ ആം നോബഡി എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.